ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ ആനുവൽ ഇവാലുവേഷൻ 2024-25 വർഷത്തെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് നടന്ന എക്സാമിൻ്റെ അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ഒരു ആൻസേഴ്സൊക്കെ നമുക്കൊന്ന് നോക്കാം. ആക്ടിവിറ്റി നമ്പർ 1 റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. റീഡ് ദ ഫോളോയിങ് പോം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള പോം വായിച്ച് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. ദ സൺഷൈൻ എന്നുള്ള പോമാണ് തന്നിട്ടുള്ളത്. ദ സൺ ഷൈൻസ് ബ്രൈറ്റ് ഇൻ ദ മോർണിംഗ് സ്കൈ. എന്താണ്, രാവിലെ മോർണിംഗ് സ്കൈയിൽ സണ്ണ് ഇങ്ങനെ നന്നായിട്ട് ശോഭിച്ച് നിൽക്കും. ആൻഡ് വാംസ് ദ എർത്ത് ആസ് ഇറ്റ്സ് പാസസ് ബൈ. എന്താണ്, നമ്മുടെ ഭൂമിയുടെ ആ ഒരു വാമും കാര്യങ്ങളൊക്കെ രാവിലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, അതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യും. ഇറ്റ് റൈസ് ബ്രിങ് ലൈറ്റ് ടു ദ വേൾഡ് ഔട്ട്സൈഡ്. ലോകത്തിൻ്റെ പുറത്തേക്കും ആ ഒരു ബ്രൈറ്റ്നെസ്സും ആ ഒരു റൈസൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഫിൽ അവർ ഹാർട്ട് വിത്ത് ജോയ് ആൻഡ് പ്രൈഡ്. മാത്രമല്ല രാവിലെയൊക്കെ എന്താണ്, നമുക്ക് വളരെയധികം സന്തോഷം, വളരെ പ്രൈഡൊക്കെ തോന്നും അല്ലേ. ദ സൺസ് വാം ടച്ച് മേക്സ് ദ ഫ്ലവേഴ്സ് ബ്ലൂം. വിരിയാനായിട്ടുള്ള ഫ്ലവേഴ്സിനെയൊക്കെ അതിങ്ങനെ ആ സണ്ണിൻ്റെ വാം ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടേയിരിക്കും, ടച്ച് ചെയ്ത് പോവും. ആൻഡ് ബ്രിങ്സ് ന്യൂ ലൈഫ് ടു ദ എർത്ത് സ്വീറ്റ് റൂം. ഭൂമിയുടെ പുതിയൊരു സ്വീറ്റ് റൂമിൻ്റെ പുതിയ ഒരു ജീവിതം തന്നെ തുടങ്ങുകയാണ് അല്ലേ, തുടങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. സോ ലെറ്റ്സ് ഗോ ഔട്ട് ആൻഡ് എൻജോയ് ദ ഡേ. എന്താണ്, നിങ്ങൾ പുറത്ത് പോയിട്ട് ആ ഡേ ഒക്കെ നിങ്ങൾ എൻജോയ് ചെയ്യണം. ആൻഡ് ഗ്ലോ ഇൻ ദ സൺഷൈൻസ് ഹാപ്പി റേ. അത് മാത്രമല്ല സൺഷൈൻ്റെ ആ ഒരു ഹാപ്പി റേ ഒക്കെ നമ്മളെ പ്രകാശമുള്ളതാക്കി മാറ്റുകയും ചെയ്യും. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ സൺഷൈൻ ഇൻ ദ മോർണിംഗ് സ്കൈ. മോർണിംഗിൽ എങ്ങനെയായിരിക്കും സൺഷൈൻ എങ്ങനെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലൈറ്റ്ലി, ബ്രൈറ്റ്ലി, വാംലി, സ്വീറ്റ്ലി. എങ്ങനെയാണ്, ബ്രൈറ്റ്ലി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഫസ്റ്റ് ബ്രൈറ്റ്ലി എന്ന ഇതാണ് ശരിയായിട്ടുള്ളത്. സെക്കൻഡ് വൺ, ദ സൺസ് വാം ടച്ച് മേക്സ് ദ ഫ്ലവേഴ്സ്. എങ്ങനെയാണ് അത് ഫ്ലവേഴ്സിനെ ടച്ച് ചെയ്യുന്നത്, ഫ്ലവേഴ്സിനെ എന്താണത് ടച്ച് ചെയ്യുന്നത്, ഹാപ്പി ആയിട്ട്, ബ്ലൂമ്, ഫെയ്ഡ്, ബ്രൈറ്റ്. എന്താണ്, ബ്ലൂം ആണല്ലേ, ബി തന്നെയാണ് ശരിയായിട്ടുള്ളത്. ഹൂ വാംസ് ദ എർത്ത് ആസ് ഇറ്റ്സ് പാസസ് ബൈ. എങ്ങനെയാണ് എർത്തിൻ്റെ ഇതൊക്കെ പാസ് ചെയ്യുന്നത്, എന്തിൻ്റെ ഇതിലൂടെയാണ് പാസ് ചെയ്യുന്നത്, മൂണിൻ്റെ ആണോ, സ്റ്റാറിൻ്റെ ആണോ, സണ്ണിൻ്റെ ആണോ, സ്കൈ ആണോ? സണ്ണാണല്ലേ ഉത്തരം എന്ന് പറയുന്നത്, സണ്ണാണ്. സണ്ണിൻ്റെ റേ ആണ് പാസ് ചെയ്യുന്നത്. ദെൻ ദ പോം സേസ് വി ഷുഡ് ഡാഷ് ഓൺ സണ്ണി ഡേ. എന്താണ് പറയുന്നത്, ഈ സണ്ണി ഡേയിൽ പോം എന്താ പറയുന്നത് നമ്മളടുത്ത്, സ്റ്റേ ഇൻഡോഴ്സ്, നിങ്ങൾ ഇൻഡോഴ്സിൽ നിൽക്കണം, സ്ലീപ്പി, ഉറങ്ങണം, വാച്ച് ടി വി, നിങ്ങൾ ടി വി കാണണം, ഗോ ഔട്ട്, പുറത്ത് പോകണം. എന്താ പറയുന്നത്, പുറത്ത് പോകണം എന്നാണ് അല്ലേ, ഗോ ഔട്ട് എന്നാണ് പറയുന്നത്. വാട്ട് ഡസ് ദ സൺ ബ്രിങ് ടു ദ എർത്ത്. എന്താണ് സണ്ണ് എർത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്, ഹെവി റെയിന്, കോൾഡ് വിൻഡ്, വാംത്ത് ആൻഡ് ലൈറ്റ്, ഡാർക്ക്നെസ്. എന്താണ്, വാംത്ത് ആൻഡ് ലൈറ്റ് ആണ് കൊണ്ടുവരുന്നത്. സി ആണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ ഉത്തരം ബി, രണ്ടാമത്തെയും ബി, മൂന്നാമത്തെ സി, നാലാമത്തെ ഡി, അഞ്ചാമത്തെ സി. ഇങ്ങനെ തന്നെയായിരിക്കും കൂട്ടുകാരെ എഴുതിയിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ഒരു പ്രൊഫൈലാണ്. റീഡ് ദ ഫോളോയിങ് ഹിൻസ് റിലേറ്റഡ് ടു കൽപ്പന ചൗള, പ്രിപ്പയർ ഹെർ പ്രൊഫൈൽ. താഴെയുള്ള ഹിൻസ് വായിച്ച് കൽപ്പന ചൗളയെ കുറിച്ച് ഒരു പ്രൊഫൈൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ളത് ബർത്ത് March 17, 1962, കമൽ, ഹരിയാന. ഫസ്റ്റ് ഇന്ത്യൻ വുമൻ go to space. Death February 1, 2003. Education bachelor degree in aeronautical engineering, Punjab Engineering College. Space mission flew on space shuttle Columbia. Then parents ന്റെ പേര് തന്നിട്ടുണ്ട്, കരിയർ തന്നിട്ടുണ്ട്, എയറോസ്പേസ് എഞ്ചിനീയർ ആൻഡ് അസ്ട്രോണറ്റ് അറ്റ് നാസ. അവാർഡ്സ് കോൺക്രഷൻ ആൻഡ് സ്പേസ് മെഡൽ, നാസ ഡിസ്റ്റിങ്ക്വിഷ്ഡ് സർവീസ് മെഡൽ, നാസ സ്പേസ് ഫ്ലൈറ്റ് മെഡൽ. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് കൂട്ടുകാർ ഇതെല്ലാം കൂടി ഒരു പാരഗ്രാഫായിട്ട് എഴുതുകയാണ് വേണ്ടത്. പ്രൊഫൈൽ എഴുതാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയായിരിക്കും കൂട്ടുകാർ എഴുതിയിട്ടുണ്ടാകുക എന്ന് വിചാരിക്കുന്നു. തേർഡ് വൺ ഡയറിയാണ്. പാറു വാസ് വെരി ഹാപ്പി ടു വിസിറ്റ് ദ പാഡി ഫീൽഡ് വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. എന്താണ്, ഗ്രാൻഡ് മദറിൻ്റെ കൂടെ പാഡി ഫീൽഡൊക്കെ വിസിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ പാറുവിന് വളരെയധികം സന്തോഷം തോന്നി. ഷി എൻജോയ് ദ വാം ബ്രീസ് ഇൻ ദ ഫീൽഡ് ആൻഡ് ജോയിൻ ദ ഫാമേഴ്സ് ഇൻ ദെയർ വർക്ക്. അവിടെ എന്ത് ചെയ്തു, ആ വാം ബ്രീസ്, ആ തണുത്ത കാറ്റുകളും മറ്റുമൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തു, ഫാമേഴ്സിൻ്റെ കൂടെ ആ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുകയും ചെയ്തു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ ഫോർ ഹെർ. ഇന്ന് അവൾക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ഷീ റോട്ട് എ ഡയറി, റൈറ്റ് ദ ഡയറി എൻട്രി ഓഫ് പാറു. അപ്പോൾ പാറുവിന് അന്നുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒക്കെ കുറിച്ചിട്ട് പാറു എഴുതിയിട്ടുള്ള ഡയറിയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡയറിയിൽ നിങ്ങൾ ഡേ എഴുതിയിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡേറ്റും എഴുതിയിട്ടുണ്ടായിരിക്കും. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ ഫോർ മീ. ദെൻ ടുഡേ ഐ വെൻറ്റ് ടു ദ ഫീൽഡ് വിത്ത് മൈ ഗ്രാൻഡ് മാ. ഐ വർക്ക് ദെയർ വിത്ത് ഫാമേഴ്സ്. ഐ ലേൺഡ് ടു മച്ച് things, how to
ഹൗ ടു ക്രോപ്പ് ദ ഫീൽഡ് ആൻഡ് എവരിത്തിങ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഴുതിയാൽ മാത്രം മതി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോട്ടീസാണ്. യുവർ സ്കൂൾ ഡിസൈഡഡ് ടു കണ്ടക്ട് ബാസ്കറ്റ് ടൂർണമെൻറ്റ്. എന്താണ്, സ്കൂൾ ബാസ്കറ്റ് ടൂർണമെൻറ്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ദ ഇനോഗ്രൽ ഫംഗ്ഷൻ വാസ് ഷെഡ്യൂൾ ടു ബി ഹെൽഡ് ഓൺ ഏപ്രിൽ 1, 2025 ഏപ്രിൽ 1 അവർ ആ ഇനോഗ്രേഷൻ ഫംഗ്ഷന് സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ ഇനാഗ്രൽ ഫംഗ്ഷൻ. അപ്പോൾ എന്താണ്, അന്നത്തെ ഇനാഗ്രൽ ഫംഗ്ഷന് ഒരു നോട്ടീസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? വെന്യൂ, വേദി ഉണ്ടായിരിക്കണം, ഡേറ്റ് ഉണ്ടായിരിക്കണം, ടൈം, വെൽക്കം സ്പീച്ച്, ഇനാഗ്രൽ സ്പീച്ച്, ഫെലിസിറ്റേഷൻ, വോട്ട് ഓഫ് താങ്ക്സ്, ഇതൊക്കെ ആരാണ് പറയുന്നത് എന്ന് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നോട്ടീസ് ഒരു ബോക്സ് വരച്ചിട്ട് എഴുതുക, നോട്ടീസ് എന്ന് എഴുതുക, എന്നിട്ട് കണ്ടന്റ് എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. 5th വൺ കോൺവെർസേഷൻ ആണ്. ഇൻ ദ സ്റ്റോറി സാൾട്ട് ഇൻ ഹിസ് ഷോസ് മൈക്കിൾ ലോസ് ദ ഗെയിം ആൻഡ് ബിക്കെയിം സാഡ്. നമുക്കറിയാം മൈക്കിളിനല്ലേ, മൈക്കിൾ ആ ഗെയിമിൽ നിന്നും ഔട്ടായി, എന്താണ് അവരൊക്കെ കളിയാക്കി. അപ്പോൾ മൈക്കിളിന് വളരെയധികം സങ്കടം തോന്നി. ഈ സാറ്റ് സൈലന്റ് അറ്റ് ഹിസ് ഹോം, അങ്ങനെ വീട്ടിലെത്തി വളരെ ദുഃഖമായിട്ട് ഇരിക്കുകയായിരുന്നു. മൈക്കിൾസ് മദർ കെയിം ആൻഡ് ടോക്ക് ടു ഹിം, അങ്ങനെ മൈക്കിളിൻ്റെ അമ്മ വന്നിട്ട് അവനുമായിട്ട് സംസാരിക്കുകയാണ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മൈക്കിൾ ആൻഡ് ഹിസ് മദർ. അപ്പോൾ മൈക്കിളും മദറും തമ്മിലുള്ള കോൺവെർസേഷനാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. മദർ ചോദിക്കുകയാണ്, മൈക്കിൾ യു ലുക്ക് സാഡ്, വാട്ട് ഹാപ്പൻ ടു യു? എന്താണ്, നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ ഇങ്ങനെ ദുഃഖമായിട്ട് ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മൈക്കിൾ എന്തായിരിക്കും മറുപടി പറയുക, പിന്നെ എന്തായിരിക്കും അവർ തമ്മിലുള്ള സംഭാഷണം എന്നാണ് എഴുതേണ്ടത്. ഇതേപോലെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു, മൈക്കിളുടെ ഫാദറും തമ്മിലുള്ളത് അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്, അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്ടിവിറ്റി നമ്പർ 4 ആണ്. റീഅറേഞ്ച് ദ സ്റ്റോറി എന്നുള്ളതാണ്. സം ഇവൻറ്റ്സ് ഓഫ് യു സ്റ്റോറി ആർ ഗിവൺ ബിലോ ഇൻ എ ജംബിൾഡ് ഓർഡർ. റീഡ് ദ ഇവൻറ്റ്സ് ആൻഡ് അറേഞ്ച് ദം പ്രോപ്പർലി. എന്താണ്, നമ്മുടെ സ്റ്റോറിയിലെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ജംബിൾഡ് ഓർഡറിലായിട്ട് തന്നിട്ടുള്ളത്. ഇത് കറക്റ്റ് ആക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇന്നലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഇതേ സെയിം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാരെ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും എഴുതിയിട്ടുണ്ടാകുക എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് കറക്റ്റ് ഓർഡർ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ബിൽ ഇൻവൈറ്റഡ് മെഗ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വൺ ആയിട്ട് വരേണ്ടത്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദർ ഗേവ് ദ ജോബ്സ് ടു പീൽ കോൺ ആൻഡ് സോ സീഡ്സ് എന്നുള്ളതാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് ദ കിഡ്സ് ഫീഡ് ദ എനിമൽസ്. ഓക്കെ, ആൻഡ് കളക്റ്റഡ് ഹൈ ഫോർ കൗസ്, ഇതാണ് മൂന്നാമതായിട്ട് വരേണ്ടത്. നാലാമതായിട്ട് വരേണ്ടത് ഗ്രാൻഡ് ഫാദർ വാണ്ട് ദ കിഡ്സ് നോട്ട് ഡിസ്റ്റർബ് ദ പീസ് എന്നതാണ് നാലാമതായിട്ട് വരേണ്ടത്. 5 എന്ന് പറയുന്നത് ബിൽ ഡിസ്റ്റർബ് ദ പീസ് ആൻഡ് ദേ ചേസ് ദ കിഡ്സ് എന്നുള്ളതാണ്. ലാസ്റ്റ് എന്ന് പറയുന്നത് ദ കിഡ്സ് എസ്കേപ്ഡ് ബൈ ജമ്പിങ് ഇൻ ടു എ സ്ട്രീം ആൻഡ് ഗ്രാൻഡ് ഫാദർ ഹെൽപ്ഡ് ദം എന്നതാണ് ലാസ്റ്റ് വരേണ്ടത്. ഓക്കെ, ദെൻ അത് കറക്റ്റ് ആക്കിയിട്ട് എഴുതാം. ലാസ്റ്റ് ആക്ടിവിറ്റി എഡിറ്റിംഗ് ആണ്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്, എഡിറ്റ് ദം. എന്താണ്, ധ്യാൻ ചാൻഡ് ഇൻ വൺ ഓഫ് ഇന്ത്യാസ് ഗ്രേറ്റ് ഹോക്കി പ്ലെയർ. അവിടെ ഇന്ത്യ എന്നുള്ളത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ എന്തായിരിക്കണം, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. ഓക്കെ, ഇന്ത്യാസ് എന്ന് ആയിരിക്കണം. ചാന്ദ് ഈസ് മോസ്റ്റ് റിമെമ്പേർഡ് ഓൺ ഹിസ് അച്ചീവ്മെൻറ്റ് ഓൺ ദ ഒളിമ്പിക്സ് എന്നതാണ്. അവിടെ ഓൺ ദ ഒളിമ്പിക്സ് അല്ല, ഇൻ ദ ഒളിമ്പിക്സ് ആണ് കറക്റ്റ് പ്രിപ്പോസിഷൻ. ദെൻ ഹി ഹെൽപ്ഡ് ഹെർ ടീം എന്നാണ്, ഹെർ ടീം അല്ല ഹിസ് ടീമാണ് വരേണ്ടത്. ഹിസ് ടീം സെക്യൂർ ഗോൾഡ് മെഡൽ ഇൻ എ ഇയർ എന്നതല്ല, അവിടെ എന്താണ്, ദ ഇയർ എന്നുള്ളതാണ് കറക്റ്റ് ആർട്ടിക്കിളായിട്ട് വരേണ്ടത്. ദെൻ 1928, 1932, 1936. ഡ്യൂറിങ് ദിസ് ടൈം ഇന്ത്യ വാസ് ഡോമിനൻറ്റ് വെരി ഇൻ ഹോക്കി. അവിടെ എന്താണ്, വെരി ഡോമിനൻറ്റ് എന്നതാണ് വരേണ്ടത്, വെരി ഡോമിനൻറ്റ്. ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ എഴുതിയിട്ടുണ്ടാവും. നല്ല മാർക്ക് തന്നെ എല്ലാവർക്കും കിട്ടട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.